الله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. لا تحسبن الذين يفرحوا بما أتوا ويحبون أن يحمدوا بما لم يفعلوا فلا تحسبنهم بمفازة من العذاب ولهم عذاب അലീം. സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് റബ്ബിന്റെ മുമ്പിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് സകലമാന കർമ്മങ്ങളെക്കുറിച്ചും വിചാരണ ചെയ്യുന്ന പരലോകത്തെ ഭയന്നു രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അടിസ്ഥാനമാക്കി ശുദ്ധീകരിക്കുവാൻ സദാ ശ്രമിക്കണമേ എന്ന് എന്നോടൊന്നപ്പോൾ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹുവിന്റെ തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാണ്. കൂരിട്ടുള്ള ഒരു രാത്രിയിൽ കറുത്ത ഉറുമ്പ് ഒരു കരിമ്പാറയുടെ മുകളിലൂടെ നടന്നു പോകുന്നത് ആർക്കും കാണാൻ സാധ്യമല്ലാത്തതുപോലെ നമ്മളിലേക്ക് വരാനുള്ള ഏറ്റവും ഗൗരവപ്പെട്ട ഒരു കാര്യമായി റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത് തരക്കേടില്ല എന്ന തോന്നൽ, ലോകമാന്യം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നാം വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മം ആ റിയാവ് മൂലം നഷ്ടപ്പെട്ടു പോകുമെന്നും അത് ശിർക്കിന്റെ ഇനത്തിലേക്കാണ് ചേർക്കപ്പെടുക എന്നും അതുകൊണ്ട് അമല് ബാത്തിലാകുന്ന പടച്ചറപ്പല്ലാതെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുന്ന ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഏതൊരു വിഷയത്തിൽ റിയാവുണ്ടായോ, ആ തോന്നൽ വന്നോ, ആ അമല് റബ്ബിങ്കൽ സ്വീകരിക്കപ്പെടില്ല എന്നുള്ള ചിന്ത നമുക്കുണ്ടാകും.
ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു നിലക്കും നമ്മളെ പ്രവർത്തനത്തിൽ ഇഖ്ലാസ്, നിഷ്കളങ്കത, തീർത്തും റബ്ബിന്റെ പ്രീതിക്ക് മാത്രം ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് ഒരു കറുത്തുറുപ്പ് കരിമ്പാറിനുള്ളിലൂടെ നട്ടപ്പാതിലേക്ക് പോകുന്നത് കാണാത്തതുപോലെ ഒരംശമുണ്ടായാൽ മതി അമല് ബാത്തിലാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഷഅബാൻ മാസം, ഈ മാസത്തിൽ ശരിക്കും ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മാസമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത്. എന്ന് പറഞ്ഞാൽ റമദാനൊക്കെ ഉള്ളത് കൊണ്ട് ഈ ഒരു മാസം ഒരു അവഗണിക്കപ്പെടുന്ന മാസമായിട്ട്. അതുകൊണ്ട് ആ മാസത്തിൽ പ്രത്യേകമായി സൽക്കർമ്മ രംഗത്ത് നിരതമാകുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ധാരാളം, ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പ് റസൂലുള്ളാഹി നോറ്റത് ഈ ഷഅബാൻ മാസത്തിൽ. കാരണം ആളുകൾ അവഗണിക്കുന്ന മാസം, ദിയാ ഇല്ലാത്ത പ്രവർത്തനം ചെയ്യാൻ ഏറ്റവും പറ്റിയ മാസമായി ഈ മാസത്തെ കണക്കാക്കി വരുത്തുന്നു. അതുകൊണ്ട് നമുക്കൊക്കെ ആരും കാണാത്ത, ആരും അറിയാത്ത ഒരുപാട് നന്മ ഉണ്ടാവേണ്ടതുണ്ട്. ആ നന്മ തൻ്റെ വീട്ടുകാരും ബന്ധുക്കളും ഒന്നും അറിയാത്ത, നമ്മുടെ സുഹൃത്ത് അറിയാത്ത അങ്ങനത്തെ ഒരു നന്മ നമുക്ക് കൊണ്ടുപോകും. നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഈ മാസത്തിൽ അള്ളാഹു, ഈ മാസത്തിന്റെ പകുതിയിൽ അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കാൻ വേണ്ടി ഷഅബാനിലെ 15 എല്ലാവർക്കും പുറത്തു കൊടുക്കാൻ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി. 2 വിഭാഗത്തിന് മാത്രമാണ് റബ്ബ് പുറത്തു കൊടുക്കാതിരിക്കുക. അതൊന്ന് ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവർക്ക്. മറ്റൊന്ന് പിണങ്ങി നിൽക്കുന്ന ആളുകൾക്കാണ്. തെറ്റി പിണങ്ങി നിൽക്കുന്ന, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വീറും വാശിയൊക്കെ ആയി നിലകൊള്ളുന്ന ഒരാൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുക. അല്ലാത്ത എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുന്ന ആ ഒരു മാസം കൂടിയാണ് ഈ ഷഅബാനിലെ 15 എന്നത് നമ്മൾ മനസ്സിലാക്കണം. അത് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഈ ഷഅബാൻ 15 പ്രത്യേകമായൊരു നോമ്പ് ചില ആളുകളൊക്കെ നോൽക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹു പുറത്തു കൊടുക്കുന്ന ദിനത്തില്, ആ ഒരു ദിനത്തിൽ പ്രത്യേകമായൊരു നോമ്പ് നമുക്കറിയാം. ഓരോ 13, 14, 15 ദിവസം എല്ലാ മാസവും നോമ്പെടുത്ത്, ആ നോമ്പെടുത്ത 13, 14, 15 മാസത്തിൽ, എല്ലാ മാസത്തിലും ആ നോമ്പെടുത്താൽ, അതായത് ഓരോ മാസത്തിലെ ഈ 3 നോമ്പ് കൊണ്ട് ഒരു മാസം നോമ്പ് നോറ്റ പ്രതിഫലം ലഭ്യമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഷഅബാൻ 15 മാത്രം ഒരു നോമ്പ് എന്നത് നബി സല്ലല്ലാഹു പഠിപ്പിക്കാത്തത്. അങ്ങനത്തെ ഒരു ചരിയില്ലാത്ത, തിങ്കളും വ്യാഴവും നോമ്പുണ്ട്. ആ നോമ്പിന്റെ പ്രത്യേകത പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ ആ നോമ്പിന്റെ പ്രത്യേകതയായി പറഞ്ഞത് എല്ലാ ആഴ്ചയിലും നമ്മളെ കണക്ക് അല്ലാഹുവിലേക്ക് എത്തിക്കുന്ന ദിവസമാണ് തിങ്കളും വ്യാഴവും. അന്ന് ഞാൻ നോമ്പുകാരനായിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ എന്റെ ഹിസാബെത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നു റസൂലുള്ളാഹി പറഞ്ഞത് തിങ്കളും വ്യാഴവും നോമ്പാണ്. ഓരോ 13, 14, 15 നോമ്പിനെ പറ്റി പറഞ്ഞതും നമ്മൾക്ക് ഒരു മാസം മൊത്തം നോമ്പെടുത്ത കൂലി ആ നോമ്പിനുണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാത്ത ഒരു നോമ്പ് ഇസ്ലാമികമായി 15 മാത്രമുള്ള നോമ്പ് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല എന്നതും നമ്മൾ അറിയേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതാണ്. അങ്ങനെ നോമ്പ് നോൽക്കാനുള്ളത്, ആ 15 മാത്രം നോമ്പ് നോൽക്കാന്നുള്ളത് ബിദ്അത്തായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ബിദ്അത്തുകൾ ചെയ്താലും നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്നും, അങ്ങനെ പണിയെടുത്ത് ക്ഷീണിച്ച് നരകത്തിലേക്ക് പോകുന്ന ആളുകളെ കുറിച്ച് എല്ലാ വെള്ളിയാഴ്ചയിലും ഓതുന്ന സൂറത്തിൽ തന്നെ ഹൽ ഹദാക ഹദീസുൽ ഗാശിയ, മൂടപ്പെട്ട സംഭവത്തിന്റെ വർത്തമാനം വന്നു കഴിഞ്ഞില്ലേ. വുജൂഹുൻ യൗമൈദിൻ ഖാശിയ, അന്ന് ചില മുഖം താഴ്മയോടുകൂടി നിൽക്കും. ആമിലത്തുൻ നാസിബ, അമൽ ചെയ്ത് ക്ഷീണിച്ചിട്ട് അധ്വാന ഭാരം ശരിക്കും മുഖത്തടി കാണും. അതായത് പഠിപ്പിക്കാത്ത ഒരുപാട് അമൽ ചെയ്ത് വെച്ചിട്ട്, ഇല്ലാത്തത് പഠിപ്പിക്കാത്തത്
ധാരാളം റസൂലുള്ള കാണാത്ത, സാബത്തിന് മനസ്സിലാക്കാത്ത പുതിയ ഒരുപാട് അനാചാരങ്ങൾ, അതിൽ പെട്ടതാണ് ഷഅബാൻ 15 നോമ്പൊക്കെ. അങ്ങനെ ചെയ്തു വെച്ചവർ ആ അമലുകളെ ചെയ്ത് അധ്വാന ഭാരവുമായി നാളെ പരലോകത്ത് ആമിലത്തുൻ നാസിബ, അമല് ചെയ്ത് പണിയെടുത്ത് ക്ഷീണിച്ചു വരുന്ന ആളുകളെ അവർ ചൂടേറിയ നരകത്തിലേക്ക് ആപതിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. അത്തരം ആളുകൾക്ക്, അത്തരം നോമ്പെടുക്കുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാനും യഥാർത്ഥ നോമ്പിന്റെ രീതിയും അള്ളാഹു ഈ മാസത്തിൽ നൽകിയ പ്രത്യേകതയും ഒക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കൂടി കുത്തുബ കേൾക്കുന്ന നമ്മളൊക്കെ ഉള്ള ബാധ്യതയുണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ ഈ മാസത്തിന്റെ പ്രത്യേകതയോടൊപ്പം ഈ അവഗണിക്കുന്ന മാസത്തിൽ ഒരുപാട് പുണ്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഒരു മനസ്സിൽ നമ്മളൊക്കെ ഒരു തോന്നല് നാം വിട്ടാൽ മതി ആ അമലുകളൊക്കെ പോകാൻ നിഷ്ഫലമാണ്. അതുകൊണ്ടാണല്ലോ റസൂൽ നമുക്ക് വിശദീകരിച്ചത് മൂന്നാളുകളെയാണ് പരലോകത്ത് ആദ്യം വിചാരണ ചെയ്യാം. അതിലൊരാള് വലിയ ധർമ്മിഷ്ഠനാണല്ലോ. ആ ദാനം, ഒരുപാട് ദാനം ചെയ്ത് ആ നാട്ടിൽ, ആ ഗ്രാമത്തിൽ ആര് വന്നാലും ആ ആചാര്യത്ത് പോയാൽ മതി എന്ന് പറയുന്ന പോലത്തെ അത് അയാളെല്ലാവർക്കും കൈയഞ്ഞു കൊടുക്കുന്ന ആളാണ് എന്ന്, അങ്ങനത്തെ ഒരു ധർമ്മിഷ്ഠൻ ആയ മനുഷ്യനെയാണ് പരലോകത്ത് ആദ്യം ചോദ്യം ചെയ്യുക. എല്ലാരെയും ഒരുമിച്ച് കൂടുന്ന ആ രംഗത്ത് ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തോട് അള്ളാഹു ചോദിക്കുന്നത് ആർക്ക് വേണ്ടി ദാനം ചെയ്തു. സത്യത്തിൽ അദ്ദേഹത്തിന്റെ മറുപടി നിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചാണ് ഞാൻ ചെയ്തത്. അയാൾ അങ്ങനെ തന്നെയാണ് ചെയ്തത്. പക്ഷേ ഈ കറുത്തുറുമ്പ് കരിമ്പാനകളോട് പോണത് കാണാത്തത് പോലെ അങ്ങനെ അള്ളാന്റെ കൂലിക്ക് ആ ഒരു നിയ്യത്തോടു കൂടി ചെയ്യുമ്പോഴും അയാളെ മനസ്സിൽ ഒരു ചെറിയ ചിന്ത നാം വിട്ടിരുന്നു. എന്താണത്? ഒന്നുമല്ല, ഞാനിങ്ങനെ ഒരു ദാനം ചെയ്യുന്നതൊക്കെ എല്ലാവരും ഒന്ന് അറിയണം എന്നൊരു ചെറിയ ചിന്ത അള്ളാന്റെ കൂലിക്ക് തന്നെ ചെയ്ത്. പക്ഷെ ആ ചിന്ത ഉണ്ടായത് കൊണ്ട് ആർക്ക് വേണ്ടി ദാനം ചെയ്തു എന്ന് അള്ളാന്റെ ചോദ്യം വരുമ്പോ നിന്റെ പ്രീതിക്ക് വേണ്ടി അയാൾ പറയുമ്പോ അള്ളാഹു പറഞ്ഞത് നീ കളവാണ് പറഞ്ഞത്. കാരണം നിന്റെ മനസ്സിൽ ആ ഒരു തോന്നലുണ്ടായിരുന്നു. അത് നീ മരിച്ചാരെയും ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിന്നെ പറ്റിയാറ്. അതുകൊണ്ട് നിന്റെ കൂലി ദുനിയാവിന് തന്നു കഴിഞ്ഞു, നരകത്തിലേക്ക് പോയിക്കോ എന്ന് ഈ ധർമ്മിഷ്ഠനായ ധാരാളം ദാനം ചെയ്ത മനുഷ്യനോട് പറയുമെന്ന് പറയുമ്പോൾ നമ്മുടെ കർമ്മത്തിൽ ഒരു നിലക്കും ഒരു റിയാ ഇല്ലാത്ത കർമ്മം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതീവ ഗൗരവമാണ്. അങ്ങനെ ഓരോ രംഗത്തും ഒരു നിലക്കും നമ്മൾക്ക് അങ്ങനത്തെ ഒരു ചിന്ത നമുക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ആരും അറിയാത്ത ധാരാളം നന്മ ഓരോ സഹാബികൾക്കുണ്ടായി. അവർക്ക് അങ്ങനെ പ്രത്യേക നന്മ ഉണ്ടായി. അതായത് സഹാബികൾ തന്റെ ഭാര്യ പോലും അറിയാത്ത, മക്കൾ അറിയാത്ത, മാതാപിതാക്കൾ അറിയാത്ത, ഒരാളും അറിയാത്ത നന്മ അവരെ കയ്യിലുണ്ടായി. ഇപ്പോ രാവിലെ കൂലിപ്പണിക്ക് പോണ, ജോലിക്ക് പോകണ, ഓഫീസിലും മറ്റു പണിക്കൊക്കെ പോണേ, അങ്ങനത്തെ ആ ജോലിക്ക് പോണ അന്ന് റസൂലുള്ളാഹിന്റെ കാലത്ത് പല സഹാബികളൊക്കെ അവര് ഉച്ചക്കുള്ള ഭക്ഷണം പാക്ക് ചെയ്ത് നമ്മൾ സാധാരണ പാത്രത്തിൽ ചോറാക്കി ഭാര്യ കൊടുക്കും. പക്ഷേ ഭർത്താവിന് നോമ്പായിരിക്കും, ഭാര്യനെ അറിയിക്കൂല. എന്നിട്ട് ഈ ഉച്ചക്കുള്ള ഭക്ഷണം ഒരാൾക്ക് ദാനം ചെയ്യും. തിരിച്ച് വൈകുന്നേരം രാത്രി വീട്ടിൽ വന്നിട്ട് സാധാരണ പോലെ ഭക്ഷണം കഴിക്കും. നോമ്പ് നോറ്റ് എന്നുള്ളത് ഭാര്യ പോലും അറിയില്ല. അത്രക്ക് രഹസ്യമായ നോമ്പ് നോറ്റവരായിരുന്നു സഹാബികൾ. അതെ, അവരുടെ ഓരോ പ്രവർത്തനം, ആരും അറിയാത്ത പ്രവർത്തനം, അങ്ങനെ അള്ളാന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചു വരാത്ത കർമ്മം ധാരാളം ഉണ്ടായിരുന്നു അവർക്ക്. അതിൽപ്പെട്ടതാണ് ഇങ്ങനത്തെ നോമ്പ്. അതേപോലെ ഒരുപാട് നന്മകൾ. ഒരു സഹാബി, ആ സഹാബിയുടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോഴാണ് തോളില് വലിയൊരു തായ്പ്. തോളില് ലോഡിങ്ങാർക്കൊക്കെ ഉണ്ടാണ്, മരക്ക ലോഡിങ്ങൾക്കൊക്കെ ഉണ്ടാണ് ഒരു തായ്പ്, വലിയൊരു കട്ടിയുള്ള തായ്പ്. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ എന്താന്ന് മനസ്സിലാണില്ല, ഇങ്ങനെയാണ് ഇയാൾക്ക് ഈ തായ്പ് വന്നത്. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോ മദീനയുടെ മലമടക്കുന്ന ആൾക്കാരിങ്ങനെ ഇറങ്ങി വരികയാണ്.
അപ്പൊ എന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഗോതമ്പം കൊണ്ടുവന്ന ഒരാളുണ്ടായി. ആളെ പേരൊന്നും അറിയില്ല. ആള് ഇപ്പൊ വരുന്നില്ല. അപ്പോ 2 ആഴ്ചയായിട്ട് വന്നിട്ടില്ല. അപ്പൊ ഞങ്ങൾ പട്ടിയിലാണ് എന്ന് പറഞ്ഞ് ഇറങ്ങി വരികയാണ്. അപ്പോഴാണ് ഈ മയ്യത്തൊളിപ്പിച്ചപ്പെട്ട ടാബ് ഇത് അയാൾ ഗോതമ്പം കൊണ്ടുകൊടുത്താണെന്ന് മനസ്സിലായത്. ഇങ്ങനെ ആരും അറിയാത്ത ധാരാളം പ്രവർത്തനങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ പിന്നെ അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു ഒക്കെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ട് പോലും രണ്ടാളും ആണെങ്കിലും അറിയാത്ത ഒരുപാട് നന്മ. ഒരു ദിവസം അബൂബക്കർ റളിയല്ലാഹു ഖലീഫയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം വീട്ടിൽ നല്ല വരുന്നത് എന്ന് ഉമർ റളിയല്ലാഹു മനസ്സിലായി. വേറെ ഏതോ വഴിയിൽ നിന്ന് വരുന്നപ്പോ പിറ്റേന്ന് അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിലെടുത്ത് പോയി കാവൽക്കണം. എവിടുന്നാ വരുന്നത് അറിയാം. അങ്ങനെ മെല്ലെ അബൂബക്കർ റളിയല്ലാഹു അറിയാതെ മെല്ലെ പിന്നിൽ പോവാണ്. അങ്ങനെ പോയി നോക്കുമ്പോ ഒരു ചെറിയ കുടിയിലേക്ക് സുബൈന്റെ മുമ്പ് അബൂബക്കർ റളിയല്ലാഹു കയറിപ്പോടും. കയ്യിലൊരു ചെറിയ കിറ്റുണ്ട്, ചെറിയ ഒരു കവറിൽ എന്തോ ഉണ്ട്, എന്താണെന്നറിയില്ല. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു നേരെ അവിടുന്ന് പള്ളിക്ക് വരും. ഉമർ റളിയല്ലാഹു അറിയാതെ വന്നു. നമസ്കാരം കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു നേരെ ആ വീട്ടിലേക്ക് ചെന്നപ്പോ ഒരു വയസ്സായ അമ്മാമ. ആ അമ്മാമനോട് ചോദിച്ചു, ആരവിടെ വരുന്നതിന് നേരത്തെ? ആരാ എനിക്കറിയില്ല. അയാളാണ് ആ വെള്ളമൊക്കെ കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തിട്ടുള്ളത്. അയാളെ കൊണ്ടുവരുന്ന ഭക്ഷണമാണ് ഞാൻ കഴിക്കുന്നത്. അങ്ങനെ തുടങ്ങി എന്റെ മലം മൂത്രമൊക്കെ ഞാൻ അവിടെയാണ് ഒഴിക്കുക. അതൊക്കെ അയാളാണ് വൃത്തിയാക്കി തരുന്നത്. എനിക്കറിയില്ലാണ് എന്ന് പറയുമ്പോ പിറ്റേന്ന് ഇത് ഉമർ റളിയല്ലാഹു അബൂബക്കർ റളിയല്ലാഹു സംസാരിക്കാതെ ഉമർ റളിയല്ലാഹു അബൂബക്കർ റളിയല്ലാഹു വരുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് മെല്ലെ വന്ന് പള്ളിയിൽ ഇരിക്കുന്നു. ആരും കാണാതെ. നോക്കൂ നിങ്ങൾ, അവര് മത്സരിച്ചത് അത്ര അടുത്ത കൂട്ടുകാരായിട്ട് ഒരു നന്മ ചെയ്തത് പറയാതിരിക്കലും അതൊക്കെ റബ്ബിന്റെ പ്രീതിക്ക് മാത്രമാക്കലും. അങ്ങനത്തെ പുണ്യം എത്രയാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരും. ലാ തഹ്സബന്നല്ലദീന യഫ്റഹു ബിമാ അതൗ, ചെയ്തതിൽ ഊറ്റം കൊള്ളുകയും, നമ്മളൊക്കെ ചെയ്ത കാര്യത്തിൽ ഊറ്റം കൊള്ളുക, തരക്കടില്ല നമ്മളെന്ന് തോന്നുന്ന സ്വയം ആരെങ്കിലും നമ്മളെ പറ്റി പറയുമ്പം ആ ഞാൻ അങ്ങനെയാണ് എന്ന് ഒന്നുകൂടി പൊങ്ങുക. ഖുർആൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ലാ തഹ്സബന്നല്ലദീന യഫ്റഹു ബിമാ അതൗ, ചെയ്തതിൽ ഊറ്റം കൊള്ളുകയും വയുഹിബ്ബൂന അൻ യുഹ്മദു ബിമാ ലം യഫ്അലു, ചെയ്യാത്തതിന്റെ പേരിൽ ഹംദ് പറയാൻ വേണ്ടി ഇഷ്ടപ്പെടുക. നമ്മളെ പറ്റി ആരെങ്കിലും ഒക്കെ ഒന്ന് ഉഷാറാട്ടോ എന്നൊക്കെ പറയുമ്പോ എന്നുള്ള ഒരു ഇഷ്ടപ്പെടുക. അത് രണ്ടുണ്ടെങ്കിൽ, ചെയ്തതിൽ സന്തോഷം കൊള്ളുകയും ചെയ്യാത്തതിന്റെ പേരിൽ നമ്മൾ സ്തുതിക്കപ്പെടാൻ വേണ്ടി ഇഷ്ടപ്പെടുകയും ചെയ്താൽ ഫലാ തഹ്സബന്നഹും ബിമഫാസത്തിനിൽ അദാബ്, അവർ വേദനയേറിയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട ഭാഗ്യവാന്മാരാണെന്ന് നീ കരുതണ്ട. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയിൽ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതീവ ഗൗരവമാണ്. അപ്പൊ അങ്ങനത്തെ കർമ്മം ഒരു നിലക്കും ആരും അറിയാത്ത പ്രവർത്തനം, റബ്ബിന്റെ പ്രീതിയിൽ ഒരു ചിന്ത നാം വിട്ടാൽ കർമ്മം നിഷ്ഫലമായി പോകുമെന്നുള്ള ആ ഒരു ഭയപ്പാടോടുകൂടി ഒട്ടും വരാത്ത അള്ളാന്റെ പ്രീതി മാത്രം കാംക്ഷിച്ച് കർമ്മനിരതമാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അങ്ങനത്തെ നിഷ്കളങ്കരിൽ നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ കുടുംബത്തിന്റെ കർമ്മങ്ങൾ അത് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും പരലോകത്ത് മുതൽക്കൂട്ടായി സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന കർമ്മങ്ങളായി നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുമാണ്. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിക്കണമേ എന്ന് എന്നോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഗുഹയിൽ കുടുങ്ങിയ 3 ആളുകൾ ആ ഗുഹയിലേക്ക് കയറിപ്പോയപ്പോ പാറക്കല്ല്, വലിയ ഒരു പാറക്കല്ല് വന്ന് ആ ഗുഹാമുഖം അടഞ്ഞ ഒരു രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുക.
അവിടെ എങ്ങനെ തള്ളിയാലും ഈ 3 പേര് ശക്തമായി തള്ളി താത്താൻ ശ്രമിച്ചാലും ഒരു ഇളക്കം പോലും പറ്റാൻ സാധിക്കാത്ത അത്ര അടഞ്ഞിരിക്കുക. അത് ഇവരുടെ തള്ളൽ കൊണ്ട് രക്ഷ. ഇനി അവർക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് മരണമല്ലാതെ മറ്റൊന്നും ബാക്കിയില്ല. ആ നിലക്ക് അതിൻ്റെ ഉള്ളിൽ കിടന്ന് മരിക്കേണ്ടി വരും. വിളിച്ച് ആർത്താൽ പോലും ഒരാൾ കേൾക്കാൻ ഗുഹന്റെ ഉള്ളിൽ ആരും ഉണ്ടാവില്ല, അതിന്റെ പരിസരത്തൊന്നും ആരും. അങ്ങനെ ഇരിക്കുമ്പോൾ ആ 3 പേരുടെയും പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അവിടെയും നമുക്ക് കാണാം അവര് പറയുന്ന ഓരോന്നിലും 3 ആളും പറഞ്ഞതിലും അള്ളാന്റെ കൂലി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു റിയാവ് വരാത്ത പ്രവർത്തനം, ആരും അറിയാത്ത പ്രവർത്തനം ആണ് അവര് ചെയ്തത്. ആ ചെയ്ത ഓരോന്നിലും വലിയ പാഠം നമുക്കുണ്ട്. ഒരാള് അദ്ദേഹം ചെയ്തത് ഒരു കൂലിപ്പണിക്കാരൻ, അദ്ദേഹത്തിന്റെ വീട്ടില് ജോലി ചെയ്യുന്ന ഒരു കൂലിപ്പണിക്കാരൻ, ആ കൂലി വാങ്ങാതെ അയാൾ അങ്ങോട്ട് പോകണം. ആ മനുഷ്യൻ പോകണം, കൂലി വാങ്ങാതെ പോയി. ആ കൂലി ഇയാൾ എന്ത് ചെയ്തു? ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഇപ്പോഴത്തെ കാലത്ത് ഒരു ബംഗാളിയായ ഒരാള് വന്നു. അയാളെ നമ്പറോ ഒന്നും അറിയില്ല, ഒരുപാട് കാലം പണിയെടുത്ത് അടന്നോട്ടേറിഞ്ഞ പൈസ, അങ്ങനെ അയാളോട് പോയി. ആ കൂലി അയാളെ കിടക്കുക. ഇതേപോലെ പിന്നെ അയാളെ പിടിക്കാൻ, അയാളെ കണ്ടെത്താനുള്ള ഒരു നമ്പർ പോലും ഇല്ലാത്തൊരവസ്ഥ വെച്ച് നോക്കും. ഇന്നത്തെ കാലത്തൊന്നും സൗകര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ എങ്ങനെയും തെരഞ്ഞിട്ട് അയാളെ കാണില്ല. ആ പൈസക്ക് അയാൾ ആടിനെ വാങ്ങി. ആടിനെ വാങ്ങിയിട്ട് അത് വലുതായി ഒരു മല നിറയെ ആടായി. അത്രക്ക് ആടുകൾ വലുതായി, ആടുകൾ പെരുകി. അതിനൊക്കെ അയാള് പരിഹരിച്ച് നോക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹം കൂലി വാങ്ങാൻ വരും. അദ്ദേഹത്തിന്റെ പൈസ വെച്ചപ്പോ പിന്നെ ഇതൊക്കെ കാണിച്ചു കൊടുത്തു. എന്നെ കളിയാക്കണ്ട, എന്റെ കൂലി തരാനാണ്, കൂലി എന്നോട് എന്ന് പോകും. അദ്ദേഹം സത്യം പറഞ്ഞു കൊടുക്കണം, ഇതാ ഇത് നിന്റെ ആ പൈസക്ക് വാങ്ങിയത് പിന്നെ ഇങ്ങനെ ഉണ്ടായ ആടുകളാണ്, അതുകൊണ്ട് ഇത് എന്റെ കൂലിന്റെ പൈസക്ക് വാങ്ങണം. അദ്ദേഹം ആ ആടുകളെ മൊത്തം തൊളിച്ചു പോകും. ഒരാടിന്റെ കുട്ടിനെ പോലും ഇയാൾക്ക് തിരിച്ചു കൊടുക്കണ കൂടിയില്ല, ഒക്കെ കൊണ്ടുപോകും. ആ ഗുഹയിൽ നിന്ന് അയാൾ പറയാണ്, അല്ലാഹുവേ, അന്ന് ഞാൻ ഇദ്ദേഹത്തിന് ഈ ആടുകളെ മൊത്തം കൊടുത്തത് നിന്റെ പ്രീതി ആഗ്രഹിച്ചിട്ട്, അതുകൊണ്ട് ഈ പാറക്കല്ല് നീങ്ങണേ എന്ന് പറയുമ്പോൾ ആ പാറക്കല്ല് ഇങ്ങനെ നീങ്ങി ഒരു ദ്വാരവും വെളിച്ചവും അവർ കാണുന്ന രംഗം. 2ാമത്തെ ആളപ്പം പ്രാർത്ഥിക്കണം, അല്ലാഹുവേ, എനിക്ക് വയസ്സായ അമ്മയും ബാപ്പിട്ട്, ഞാൻ പാല് കറന്ന ആടിനെ മേച്ച് കൊണ്ടുവന്ന് പാല് കറന്ന ആദ്യം ഉമ്മപ്പൂ കൊടുക്കും. അന്ന് ഞാൻ കുറച്ച് നേരം വൈകിയപ്പോ എന്റെ ഉമ്മിപ്പി ഉറങ്ങിപ്പോയി. എന്റെ കുട്ടിക്കും ഭാര്യക്കൊക്കെ ഞാൻ കൊടുക്കാറുള്ളത് ഈ വയസ്സായ ഉമ്മനി ബാപ്പക്ക് കൊടുത്തിട്ടാണ്. അങ്ങനെ ഞാൻ എന്റെ ഉമ്മനി ബാപ്പനെയും വിളിക്കുന്നത്, ഉറക്കത്ത് വിളിക്കുന്നത് അതവുകളാന്ന് മനസ്സിലാക്കി ഞാൻ തൽക്കം പറത്തിയിരുന്നു. എന്റെ കുട്ടികളും മറ്റുള്ളവരൊക്കെ ചോദിച്ചാൽ ഞാൻ ഇത് ഉമ്മക്കും ഉമ്മക്ക് കൊടുത്തിട്ട് തെരുവിലിറങ്ങിയിരുന്നു. അവരോണന്നാരെ കൊടുത്തതിന് ശേഷമാണ് റബ്ബേ ഞാൻ എന്റെ കുട്ടിക്കും ഭാര്യക്കും കൊടുത്തത്. അതുകൊണ്ട് അല്ലാഹുവേ, ആ മാതാപിതാക്കൾ റബ്ബിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് എന്നതുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് റബ്ബെ ഞാൻ ചെയ്തത്. അതുകൊണ്ട് ഈ പാറക്കല്ല് നീങ്ങണെന്ന് പറഞ്ഞു. പാറക്കല്ല് വീണ്ടും നീങ്ങണം, എന്നാലും പുറത്തേക്ക് വരാൻ പറ്റുന്നുണ്ട്. അപ്പോഴാണ് 3ാമത്തെ ആളെ പ്രാർത്ഥന, അല്ലാഹുവേ, എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സുന്ദരിയായ പെൺകുട്ടി, ആ പെൺകുട്ടിയെ വ്യഭിചരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ആ പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടു, ആ പെൺകുട്ടി അതിന് വിസമ്മതിച്ചു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ആ പെൺകുട്ടിക്ക് ഒരു സാമ്പത്തികമായ പ്രയാസം വന്നു. ആ പ്രയാസം വന്നപ്പോ ഞാൻ ഈ കുട്ടിയോട്, ആ കുട്ടി എന്നോട് പൈസ ആവശ്യപ്പെട്ടപ്പോ ഞാൻ എന്റെ അടങ്ങാത്ത ആഗ്രഹം സഫലീകരിക്കുന്നു പറഞ്ഞു. നിർബന്ധത്തിന് വാങ്ങി ആ കുട്ടിയെ സംഭവിച്ചു. അങ്ങനെ ആരും കാണാത്ത ഒരു ഒഴിഞ്ഞ ഒരു കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് 2 പേരും ഒരുമിച്ച് കൂടി. അങ്ങനെ ഹദീസിൽ പറയുന്നത്, ആ പെൺകുട്ടിയുടെ തുടയിലുമൽ ആ പുരുഷൻ ഗുഹയിലുള്ള ആള് കയറിയിരുന്നു. ആ സമയത്ത് ആ പെൺകുട്ടി റബ്ബിനെ പേടിച്ചോടിട്ടോ എന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടുന്ന് ഇറങ്ങി ഓടി. അല്ലാഹുവേ, ആരും കാണാതെ എനിക്ക് ഈ തിന്മ ചെയ്യാൻ സാഹചര്യം കിട്ടിയപ്പോ ഞാൻ അന്ന് അവിടുന്ന് ഇറങ്ങി ഓടിയത് നിന്റെ കൂലി മാത്രം കാംക്ഷിച്ചാണ്. അല്ലാഹുവേ,
ഈ പാറക്കല്ല് നീക്കിത്തരണം എന്ന് പറഞ്ഞപ്പോൾ ആ കല്ല് പ്രവണമായി നീങ്ങി. അതെ, ഇന്നും ഇങ്ങനത്തെ ഒരുപാട് സാഹചര്യങ്ങൾ, നെറ്റും ഫോണും വാതിൽ കുത്തിയിട്ട് ഫാനിട്ട് ഒറ്റക്കായി ഇയർഫോണൊക്കെ വെച്ച് പുതപ്പൊക്കെ ഇട്ട് തിന്മ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടുന്ന് മാറുമ്പോൾ, വ്യക്തികളിൽ നിന്ന് മാറുമ്പോൾ അവിടെയൊക്കെ കിട്ടുന്ന പ്രതിഫലം ആരും കാണാതെ റബ്ബിന്റെ പ്രീതി മാത്രം കാക്ഷിച്ച് അങ്ങനെ റബ്ബിനെ ഭയന്ന് ജീവിച്ചാൽ ഈ നന്മയൊക്കെ നമുക്ക് ലഭ്യമാകാനും ഒറ്റക്കൊരു ദുനിയാവ് തന്നെ ഒരു കുടുക്കൽപ്പെട്ടാൽ അവിടെ നമുക്ക് അല്ലാഹുവോട് പ്രാർത്ഥിച്ച് അതിന് കരകയറാനും മാത്രമുള്ളതാണ്. തള്ളിയാൽ നീങ്ങാത്ത പാറക്കല്ല് ഈ ദുനിയാവെന്ന് മൂന്നാടെ പ്രാർത്ഥന നീങ്ങിണ്ടെങ്കിൽ തീയായില്ലാത്ത അള്ളാന്റെ കൂലി മാത്രം ആഗ്രഹിച്ച കർമ്മത്തിനാണ് അത് ലഭ്യമായത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കി ധാരാളം പുണ്യങ്ങൾ തീയായില്ലാത്തത് ചെയ്യാൻ അതിന് ഈ റമദാന്റെ മുന്നോടിയായി നമ്മൾ തയ്യാറായി അള്ളാഹുവോട് പ്രാർത്ഥിച്ച് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങി നിഷ്കളങ്കരായി നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറാൻ ഉതകുന്ന രീതിയിലുള്ള ഒരുക്കം നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുക. നമ്മിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും വീഴ്ചകളും അള്ളാഹു പുറത്തുമാകട്ടെ. കൂടുതൽ കൂടുതൽ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് അമൽ ചെയ്ത് അള്ളാഹുവിന്റെ പ്രീതി ലഭിച്ച് നാളെ പ്രവാചകന്മാരുടെ ഈ നിലക്ക് ജീവിച്ച സഹാബത്തിന്റെ സിദ്ദീഖുകളുടെ ശുഹദാക്കളുടെ സ്വാലികളുടെ കൂടെ നാളെ സ്വർഗ്ഗത്തിൽ നല്ല മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കും കുടുംബത്തിൽ നൽകി അനുഗ്രഹിക്കുവാനായിട്ട്. നമ്മിൽ നിന്ന് മരിച്ചുപോയ സത്യവിശ്വാസികളായ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരി സഹോദരങ്ങൾ, അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുവാനായിട്ട്. രോഗമായി ആശുപത്രിയിലും വീട്ടിലും കഴിയുന്ന രോഗികൾ, അവർക്ക് അവരെ പരിചരിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ രോഗങ്ങൾ ശിഫയാക്കുകയും പരിചരിക്കുന്നവർക്ക് അർഹമായ നന്മ പ്രദാനം ചെയ്യുകയും ചെയ്യുവാനായിട്ട്. മാരകമായ രോഗത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അപകട മരണത്തിൽ നിന്നും അള്ളാഹു നിങ്ങൾക്ക് കാത്തു രക്ഷിക്കുവാനായിട്ട്. ഈ ലോകത്തിന് ഇവിടെ പറയുമ്പോൾ ഉറക്കല ഇലാഹയിലൊരുട്ട് മരിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുവാനായിട്ട്. അള്ളാഹു والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد.